നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാരണ ഒരു കല്ലിനെ ഇത്രയും അമൂല്യമാക്കിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഷോപ്പാണിത്. അമെത്തിസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു നീല കളർ കല്ലുകൾ കണ്ടോ? ഈ കല്ലിന് ഭയങ്കര ഡിമാൻഡാട്ടോ. ഈ കല്ല് കൊണ്ട് ഓർണമെന്റ്സ് ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിൽ അണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും, അല്ലെ അതിൽ നിന്നും കംപ്ലീറ്റ് മുക്തി നേടാമെന്നാണ് പറയുന്നത്. കല്ലുകൾ കൊണ്ട് വള, മാല, കൈച്ചെയിനുകൾ, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ട്രീസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഷോപ്പാട്ടോ ഇത്. പുറത്തുനിന്ന് കാണുമ്പോൾ സാധാരണ ഒരു കുഞ്ഞൻ ഷോപ്പാണെങ്കിലും അകത്തേക്ക് കയറുമ്പോൾ ഒത്തിരി കളക്ഷനുള്ള, വെറൈറ്റി ഞാൻ കാണാത്ത കുറേ കളക്ഷനുള്ള ഒരു കടയായത്. അറബി നാട്ടിൽ വന്നിട്ട് അത്തറിൻ്റെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ തൂക്കിയിട്ടിട്ടുള്ള ലൈറ്റ്. തുർക്കിഷ് ലൈറ്റ് എന്നറിയപ്പെടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ലൈറ്റും അതുപോലെ ചുമരിൽ തൂക്കിയിട്ടുള്ള ഈ പല ഡിസൈനുകളുള്ള പാത്രങ്ങളും എൻ്റെ ഈവനിങ്ങിനെ കളർഫുള്ളാക്കി. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മൾ ഈ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചാൽ എങ്ങനെ ഇതിൽ ഭക്ഷണം കഴിക്കുക? എനിക്ക് തോന്നില്ല കേട്ടോ, എനിക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം അത്രയും രസമുള്ള ഈ പാത്രത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് സാഫ്രോണിൻ്റെ ഷോപ്പിലേക്കാണ്. അവിടെ നമ്മൾ വെൽക്കം ചെയ്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി ഹലുവകളാണ്. ഇറാനി ഹലുവ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചു നോക്കണം കേട്ടോ. അതുപോലെ തന്നെ സാഫ്രോണിൻ്റെ പല ടൈപ്പ് പ്രോഡക്റ്റ്. ഈ ഒരാളെ അറിയോ? റോസ് പെറ്റൽസ്. ഇതിന് വളരെ വലിയ പ്രത്യേകതകളുണ്ട്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീയിലിടാം. പിന്നെ ഇവര് ഇറാനിയൻ ഫുഡ്, അഫ്ഗാനി ഫുഡുകളൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ അതിനൊക്കെ ആയിട്ട് അവർ യൂസ് ചെയ്യും. ഡയറക്റ്റ് കഴിക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ ടീ ഒക്കെ തിളപ്പിക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിന് കളർ മാറിയിട്ട് വെള്ള കളറാവും. അപ്പോൾ എടുത്ത് കളയും. അപ്പൊ അതിന്റെ എസെൻസ് ഒക്കെ അതിലേക്ക് മിക്സ് ആവും. വെള്ള കളർ ഞാൻ ഡെയിലി ഇത് കുടിക്കാറ്. പെറ്റലിന്റെ റോസ് ഇല്ലേ, അതെല്ലാം അതിലേക്ക് അലിഞ്ഞിട്ട് വെള്ള കളറാവും. അപ്പൊ എടുത്ത് കളഞ്ഞു. റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് എനർജി ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പൊ നല്ലതാണ്. അപ്പോൾ റോസ് പെറ്റൽസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പോകുന്നത് ഹണീസിൻ്റെ റാക്കിലേക്കാട്ടോ. പല ടൈപ്പ് ഹണീസ് ഉണ്ട്. അതിൽ വൈറ്റ് ഹണിയൊക്കെ വെറൈറ്റിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതാണ് മക്കാഡാമിയ നട്ട്സ്. കൊളസ്ട്രോൾ, ഹൃദ്രോഗമൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ലോസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നട്ട്സ് ആട്ടോ. പിസ്തയും കുനാഫയും ഒരുമിച്ച് വരുന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ചോക്ലേറ്റ് ആട്ടോ ഇത്. ഭയങ്കര രസമാണ്. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ഇത് വീണ്ടും വീണ്ടും വാങ്ങിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം വളരെ വെറൈറ്റി ആയിട്ടുള്ള സാഫ്രോണുകൾ കാണാൻ പറ്റും. ചായപ്പൊടിയിലും പഞ്ചസാരയിലും എന്തിലധികം തേനിൽ വരെ സാഫ്രോൺ മുക്കി വെച്ച് വിൽക്കുന്നുണ്ട്. എന്തായാലും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാട്ടോ. ഇത് കണ്ടോ, കൽക്കഷ്ണത്തിൽ സാഫ്രോൺ ഇട്ടിട്ട്, അതുപോലെ തന്നെ സോനപ്പാപ്പൊടി, പിന്നെ സാഫ്രോണിൻ്റെ പല ടൈപ്പ് സ്വീറ്റ്സ്. നമുക്ക് അടുത്ത ബന്ധുക്കൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് സാഫ്രോണിൻ്റെ സ്വീറ്റ്സും ചായപ്പൊടീസും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പല ടൈപ്പ് തേനുകളൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. അടിപൊളി കളക്ഷനാണ്. ഇത് ഗോൾഡ് സൂക്കിലുള്ള ഷോപ്പാട്ടോ. സാഫ്രോണിൻ്റെ ഒട്ടനവധി ഷോപ്പുകൾ ഇവിടെയുണ്ട്. നമുക്ക് ഏത് ഷോപ്പിൽ കയറി കഴിഞ്ഞാലും ഏകദേശം ഒരേ റേറ്റ് ഒക്കെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.